ആറാം തലമുറ 2026 ടൊയോട്ട RAV4 ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഇത്തവണ പൂർണ്ണമായ പുനർരൂപകൽപ്പനയ്ക്ക് പകരം ജനപ്രിയ SUVക്ക് ടൊയോട്ട കാര്യമായ പുതുക്കൽ നൽകിയിട്ടുണ്ട്. ഷാർപ്പ് സ്റ്റൈലിംഗ്, മികച്ച സാങ്കേതിക വിദ്യ, മെച്ചപ്പെട്ട പെർഫോമൻസ്, ഓൾ ഇലക്ട്രിക് പവർ ട്രെയിൻ ലൈനപ്പ് എന്നിവയുമായിട്ടാണ് 2026 പതിപ്പ് എത്തുന്നത്. പുതിയ RAV4 അതിന്റെ ബോൾഡും മസ്കുലറുമായ രൂപഭാവം നിലനിർത്തുന്നു. വാഹനത്തിന് ഇപ്പോൾ ആംഗുലർ LED ഹെഡ്ലൈറ്റുകൾ, ബോഡി കളർ ഗ്രില്ല്, പിന്നിൽ നിന്ന് C ആകൃതിയിലുള്ള ടെയിൽ ലൈറ്റുകൾ എന്നിവയും ലഭിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ കോർ, സ്പോർട്ട്, റഗഡ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ സ്പോർട്ടിയർ ആയ GR സ്പോർട്ട്, അഡ്വഞ്ചർ നിറഞ്ഞ വുഡ്ലാൻഡ് വേരിയന്റുകൾ എന്നിവയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകളുമുണ്ട്. മറ്റു വേരിയന്റുകളിൽ നിന്നും GR സ്പോർട്ട് അതിന്റെ റാലി സ്റ്റൈൽ, റിയർ വിങ്, അഗ്രസീവ് ഫ്രണ്ട് ഡിസൈൻ, പെർഫോമൻസ് ഫീച്ചറുകൾ എന്നിവയാൽ തികച്ചും വേറിട്ട് നിൽക്കുന്നു. വുഡ്ലാൻഡ് വേരിയന്റ് ഓഫ് റോഡ് പ്രേമികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഓൾ ടെറൈൻ ടയറുകൾ, എക്സ്ട്രാ ലൈറ്റുകൾ, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവ ഇത് വാഗ്ദാനം ചെയ്യുന്നു. 2026 RAV4ന്റെ അകത്തളത്തിൽ വളരെ കുറച്ച് ഫിസിക്കൽ ബട്ടണുകളും ഒരു സ്ലീക്കർ ഡിജിറ്റൽ ലേഔട്ടും ഉള്ളതിനാൽ കൂടുതൽ ഹൈടെക് ആയി തോന്നുന്നു. സ്റ്റാൻഡേർഡായി 12.3 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വേരിയന്റ് അനുസരിച്ച് 10.5 ഇഞ്ച് അല്ലെങ്കിൽ 12.9 ഇഞ്ച് ടച്ച് സ്ക്രീനും വാഹനത്തിൽ വരുന്നു. കൂടാതെ ഏറ്റവും പുതിയ ടൊയോട്ട സേഫ്റ്റി സെൻസ് 4.0 സവിശേഷതകളും ഇതോടൊപ്പം ചേരുന്നു. എന്നാൽ ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മാറ്റം പുതിയ RAV4 ഹൈബ്രിഡ് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്നിങ്ങനെ ഇലക്ട്രിക് പവർ ട്രെയിനുകളോടെ മാത്രമേ വിപണിയിൽ എത്തുകയുള്ളൂ എന്നതാണ്. RAV4 ഹൈബ്രിഡ് ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തോടൊപ്പം 236 HP പവർ ഉൽപ്പാദിപ്പിക്കുന്നു. മുൻ മോഡലിൽ നിന്ന് 17 HP കൂടുതലാണ് ഇത്. കൂടാതെ തെരഞ്ഞെടുത്ത വേരിയന്റുകളിൽ DC ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. ഇവ രണ്ടിലും 2.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ, നവീകരിച്ച ബാറ്ററി പാക്കുകൾ, മികച്ച കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവയാണ് നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്നത്. ടൊയോട്ടയുടെ ഈ ജനപ്രിയൻ ഇന്ത്യയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെയും കമ്പനി വ്യക്തമാക്കിയിട്ടുമില്ല.